ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം രണ്ട് വാക്ക്. സാധാരണ വിശ്വാസികൾക്ക് ആത്മീയ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക എന്നതാണ് വിലയേറിയ ദൗത്യം എന്ന പൊതുധാരണ നിലവിലിരിക്കെ എൻ്റെ കർത്തവ്യം അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ്. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് എൻ്റെ പ്രത്യേകമായ താല്പര്യം. അതുകൊണ്ട് വിശ്വാസികളെപ്പറ്റി താല്പര്യമില്ല എന്നർത്ഥമില്ല. എൻ്റെ മനസ്സ് കൂടുതലും ചേർന്ന് നിൽക്കുന്നത് അവിശ്വാസികളോടാണ്. കാരണം അങ്ങനെയുള്ളവരെ അന്വേഷിച്ചാണ് യേശു വന്നത് എന്ന വചനം പറയുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ദൈവമുണ്ടോ ഇല്ലയോ ഈ ഒരു വിഷയത്തെപ്പറ്റി നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി മനുഷ്യൻ്റെ തലച്ചോറ് പുകഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പോഴും ആ പുകയ്ക്ക് കുറവൊന്നുമില്ല എന്നതുകൊണ്ട് തന്നെ വളരെ ലളിതമായ ചില കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ചിന്തിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. ഇത് സാഹസികമായ ഒരു സംരംഭമാണ്. കാരണം ദൈവത്തെപ്പറ്റി ഒരു വാക്ക് പറയാൻ ധൈര്യം ഉണ്ടാകുക തന്നെ പ്രയാസമാണ്. എന്നിരുന്നാലും പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ, അറിയാൻ വയ്യ, എന്നാൽ അറിയിക്കാതിരിക്കാനും വയ്യ എന്നൊരു ഗതികേടിലാണ് ഞാൻ എന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് നമ്മുടെ ചിന്ത ആരംഭിക്കാം. മനുഷ്യ ജാതിയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ആത്മീയമായ അന്വേഷണത്തിൻ്റെ ചരിത്രത്തിൽ ദൈവത്തെപ്പറ്റി പ്രധാനമായും രണ്ട് സങ്കല്പങ്ങളാണ് പൊന്തി വന്നിട്ടുള്ളത്. ഒന്ന്, ദൈവം മനുഷ്യരൂപമുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ സ്വഭാവമുള്ള, ആകൃതിയുള്ള, രൂപമുള്ള ഒരു പ്രതിഭാസമാണ്. വേദപുസ്തകം അങ്ങനെയാണ് മനുഷ്യനെ ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും എന്താണെന്നറിയാൻ മനുഷ്യനെ പരിഗണിച്ചാൽ മതി. അതുകൊണ്ട് ദൈവം മനുഷ്യരൂപത്തിലുള്ളൊരു പ്രതിഭാസമാണ്. ഇതിന് സാങ്കേതിക ഭാഷയിൽ ആന്ത്രോപോമോർഫൈസേഷൻ ഓഫ് ഗോഡ് എന്ന് പറയും. ആന്ത്രോമോർഫൈസേഷൻ, അതായത് ദൈവത്തെ മനുഷ്യരൂപം അണിയിക്കുക. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സങ്കല്പമാണ് നമുക്കറിയാം ഹിന്ദുമതത്തിലുള്ളത്. ദൈവം യാതൊരു മനുഷ്യരൂപവും, ഒരു രൂപവുമില്ലാതെ, മനുഷ്യരൂപം മാത്രമല്ല ഒരു രൂപവുമില്ലാതെ, പ്രത്യേകമായൊരു ഗുണവുമില്ലാതെ നിർഗുണ ബ്രഹ്മൻ. എന്നാൽ തന്നെയും ഭക്തിയുടെ മാർഗം വരുമ്പോൾ ദൈവം മാത്രമല്ല ദൈവങ്ങൾ വർദ്ധിക്കുകയും ഓരോരോ മൂർത്തി മദ്ഭാവം അല്ലെങ്കിൽ ആൾ രൂപം അംഗീകരിക്കുകയും അല്ല സ്വീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. കാരണം മനുഷ്യന് ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ആ ദൈവത്തിന് മനുഷ്യരൂപം തന്നെ ഉണ്ടാകണം. നിർഗുണ ബ്രഹ്മത്തോട് മനുഷ്യന് വ്യക്തിപരമായി ബന്ധം പുലർത്തുവാനും സ്നേഹിക്കുവാനും സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ആരാധന അർപ്പിക്കാനും സാധ്യമല്ല. ഇപ്പോൾ കരണ്ട് പോലെയുള്ള ഒരു ശക്തിയാണ് ദൈവം, ഊർജം മാത്രമാണ് എന്ന് പറയുമ്പോൾ ആ ഒരു ശക്തിക്ക് ഗുണമൊന്നുമില്ലാത്ത, ഒരു ഗുണത്താലും വിശേഷിപ്പിക്കാൻ ന്യായമല്ലാത്ത ആ ഒരു പ്രതിഭാസത്തോട് മനുഷ്യന് വൈകാരികമായ ബന്ധം സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുക അസാധ്യമാണ് എന്നതുകൊണ്ട് ദൈവത്തിന് ഇപ്രകാരം ഒരു രൂപകൽപ്പന ചെയ്യേണ്ട ആവശ്യമുണ്ടാകുന്നു. ഇപ്പോൾ രണ്ട് കാര്യം, ദൈവം സഗുണനാണ്, ദൈവം നിർഗുണനാണ്. രണ്ട് തികച്ചും വ്യത്യസ്തമെന്ന ആയ ധാരണകൾ. ഇതിൻ്റെ മധ്യേ ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന് വളരെ പേടിച്ച് ഭയന്ന് അറച്ച് മടിച്ച് നിങ്ങളെ ഞാൻ
അറിയിക്കാൻ പോവുകയാണ്. ദൈവത്തിന് ഒരാൾ രൂപമുണ്ടോ? ഒരാൾ രൂപമാകാൻ ദൈവത്തിന് കഴിയുമോ? ആൾ രൂപമായാൽ ദൈവം ദൈവമാകാമോ? ദൈവമല്ലാതെ ആയിട്ട് മാത്രമല്ലേ ആൾ രൂപമാകാൻ സാധ്യമാകുകയുള്ളൂ എന്ന ഈ ഒരു ചിന്ത, അത് ഞാൻ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്, നാം പറയുന്നു മനുഷ്യൻ ആത്മാവാണ്. എന്നാൽ അതേസമയം തന്നെ ആത്മാവിന് ഒരു രൂപമുണ്ട്. ആത്മാവിൻ്റെ രൂപം ഈ ശരീരമാണ്, ഭൗതികമായ ശരീരമാണ്. അല്ലെങ്കിൽ ആത്മാവിൻ്റെ വസ്ത്രം ശരീരമാണ്. ശരീരത്തിൻ്റെ വസ്ത്രം മനുഷ്യൻ കണ്ടുപിടിക്കുന്നതാണ്, നിർമ്മിക്കുന്നതാണ്. എന്നാൽ ആത്മാവിൻ്റെ വസ്ത്രത്തെ നിർമ്മിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതാണ് ഈ ശരീരം. അപ്പോൾ ദൈവനിർമ്മിതമായ ഒരു വലിയ ബൃഹത്തായ സൃഷ്ടിയുടെ ആ ഒരു സ്രോതസ്സിൽ നിന്ന് വേണം മനുഷ്യൻ്റെ ശാരീരികമായ രൂപം ഉണ്ടാകേണ്ടത് എന്ന സൂചനയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് അതിന് രൂപം കൊടുത്ത് അത് ജീവിക്കേണ്ട ജീവനുള്ള ഒരു സൃഷ്ടിയായി തീരേണ്ടതിന് അതിൻ്റെ മൂക്കിൽ ശ്വാസമൂതി എന്ന് പറയുന്നു. അങ്ങനെ മനുഷ്യന് രൂപം ലഭിച്ചതുകൊണ്ട് അതിൻ്റെ അടുത്തപടിയായി മനുഷ്യൻ ആ രൂപത്തിന് വസ്ത്രം കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ലാത്ത കാര്യമാണ്. ഇതിനെപ്പറ്റി സംശയം നിലനിർത്താൻ സാധിക്കുമെങ്കിലും ഞാൻ ആ സംശയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ അല്പം മുൻപോട്ട് പോവുകയാണ്. മനുഷ്യന് ഒരു രൂപകൽപ്പന നടത്തുന്നതിന് വേണ്ടി പ്രകൃതിയുടെ മെറ്റീരിയൽ റിസോഴ്സ്, ഭൗതികമായ സ്വത്ത് റിസോഴ്സ് ദൈവം ഉപയോഗിച്ചു എന്ന് വചനത്തിൽ പറയുന്നത് പോലെ തന്മൂലം മനുഷ്യൻ ഈ സൃഷ്ടിയുടെ ആകമാനമായ സംവിധാനത്തിൻ്റെ ഒരു ചെറിയ അംശമായി മാറി എന്ന് പറയുന്നത് പോലെ ദൈവത്തിനും ഒരു രൂപമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷേ മനുഷ്യൻ്റെ രൂപം ഈ ശരീരമാണെങ്കിൽ ആ ശരീരം ദൈവനിർമ്മിതമായ ഈ പ്രകൃതിയുടെ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അഭേദ്യമായ ഒരു ചെറിയ തുച്ഛമായ അംശമാണെങ്കിൽ ദൈവത്തിൻ്റെ ശരീരം ഈ ബ്രഹ്മാണ്ടം മുഴുവനും അതിലപ്പുറവുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് മനുഷ്യൻ നോക്കുമ്പോൾ ദൈവത്തിന് രൂപമില്ല എന്ന ഒരു ധാരണ വരുന്നത്. അത് എല്ലാ വിധത്തിലും ന്യായീകരിക്കാവുന്നതാണ്. ഇപ്പോൾ പഴയ നിയമത്തിൽ യാഹ്വേ അല്ലെങ്കിൽ ഇലോഹിം ഒരു പ്രത്യേക രൂപമുള്ളതായി അവിടെ ചിത്രീകരിച്ചിട്ടില്ല. മനുഷ്യൻ്റെ രൂപത്തിൽ യഹൂദൻ യഹോവയെയോ ഇലോഹിനെയോ അറിഞ്ഞിട്ടില്ല എന്നത് നമുക്കറിയാം. ഞാനത് മുമ്പിൽ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ മോശയ്ക്ക് ദൈവത്തിൻ്റെ രൂപം കാണുവാൻ താല്പര്യമുണ്ടായെങ്കിലും ആ താല്പര്യം സഫലീകരിച്ചില്ല. കാരണം അപ്രകാരമുള്ളൊരു രൂപകൽപ്പന പഴയ നിയമത്തിലില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ രൂപം പ്രകടമാകത്തക്കവണ്ണം ദൈവം പുത്രനിൽ കൂടെ മനുഷ്യരൂപം സ്വീകരിച്ചു എന്ന് നാം അറിയുന്നു, അതിൽ വിശ്വസിക്കുന്നു. ദൈവം മനുഷ്യനായി തീർന്നു എന്നതാണ് സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗം. അപ്പോൾ മനുഷ്യനും ദൈവവും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ മനുഷ്യന് രൂപമുണ്ട്. ആ രൂപത്തിൻ്റെ ഉറവിടം, നിദാനം, സോഴ്സ് ദൈവം സൃഷ്ടിച്ച ഈ ബൃഹത്തായ സൃഷ്ടിയുടെ സംവിധാനമാണ്, ദ ഹോൾ ഓഫ് ക്രിയേറ്റഡ് ഓർഡർ. അതിൽ മണ്ണ് മാത്രമല്ല,
ഈ സൃഷ്ടിയുടെ എല്ലാ അണുക്കളോടും നമുക്ക് ഓരോരുത്തർക്കും നാം തിരിച്ചറിയുന്നതിനപ്പുറമായ ബന്ധമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഏതെല്ലാം തലങ്ങളിൽ നമ്മുടെ ബന്ധങ്ങൾ പരന്നു കിടക്കുന്നു എന്നതിനെപ്പറ്റി നമുക്ക് കൃത്യമായോ പൂർണ്ണമായോ തിരിച്ചറിവ് ഇല്ല എന്നതൊരു നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ പരിമിതപ്പെട്ട ഒരു സൃഷ്ടിയാണ് എന്ന് പറയുന്നത്. മാൻ ഈസ് എ ഫൈനൈറ്റ് ക്രീച്ചർ. എന്നാൽ ദൈവം അങ്ങനെയല്ല. ഗോഡ് ഈസ് ഇൻഫിനിറ്റ് എന്ന് പറയുന്നു. ദൈവത്തിന് അതിരില്ല, പരിമിതികളില്ല. അത് മനുഷ്യൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അങ്ങനെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉടുപ്പായി അല്ലെങ്കിൽ ശരീരമായി ഉപയോഗിക്കുന്ന ഒരു പ്രതിഭാസം, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും, ബ്രഹ്മാണ്ടത്തെ മുഴുവനും, അങ്ങനെയുള്ളൊരു പ്രതിഭാസത്തെ മനുഷ്യൻ്റെ മാനുഷികമായ രൂപകൽപ്പനയിൽ മാത്രം ഒതുക്കി മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്നതുകൊണ്ട് ദൈവത്തിന് ഒരു രൂപമില്ല, ഒരസ്തിത്വമില്ല. കാരണം രൂപമില്ലാത്തതിനെ പരികൽപ്പന ചെയ്യുവാൻ മനുഷ്യന് സാധ്യമല്ല. എന്തിനും രൂപം കൊടുത്തെങ്കിൽ മാത്രമേ അതിന് പേരുണ്ടാകുകയുള്ളൂ. പേരുള്ളതിന് മാത്രമേ മനുഷ്യന് അറിയുവാൻ സാധ്യമാകുകയുള്ളൂ. പേരുള്ളതിനോട് മാത്രമേ മനുഷ്യന് ബന്ധം പുലർത്തുവാൻ സാധ്യമാകുകയുള്ളൂ. എന്നതുകൊണ്ട് പേരും രൂപവുമില്ലാത്തത് യാഥാർത്ഥ്യമല്ല, അത് മിഥ്യയാണ് എന്നൊരു നിഗമനത്തിലെത്തുവാൻ മനുഷ്യൻ ആന്തരികമായി പ്രേരിതനാകുന്നു എന്നതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ നിർബന്ധം പിടിക്കുന്നവരോട് എനിക്ക് യാതൊരു തരത്തിലുള്ള കലഹവുമില്ല. അവരോട് ചേർന്ന് നിന്ന് അവരുമായി സൗഹൃദം പുലർത്തുവാൻ എനിക്ക് അല്പം പോലും മടിയുമില്ല. എന്നാൽ അതേസമയം തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഈ സർവ സൃഷ്ടിയെയും ചരാചരങ്ങളെയും നിലനിർത്തുകയും അതിൻ്റെ നന്മയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന, സൃഷ്ടിക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു മർമ്മത്തിന് മാത്രമേ ആ ദൗത്യം നിർവഹിക്കാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെയുള്ളൊരു ശക്തി ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം നിന്നു പോകുന്നത്. അല്ലെങ്കിൽ താത്വികമായി പറഞ്ഞാൽ അസ്തിത്വം പ്രാപിച്ചതെന്തും അവസാനിക്കുവാൻ നിർബന്ധിതമാണ്. എന്നാൽ ആ അവസാനം ഉണ്ടാകാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ അവസാനം ഉണ്ടാകുന്നത് ദീർഘിപ്പിക്കണമെങ്കിൽ അതിനെ നിരന്തരമായി സംരക്ഷിക്കുന്ന, അതിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകം, ഒരു ശക്തി, ഒരു ഊർജം, അതിനെ പുതുക്കി നവീകരിച്ച് അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടു പോകാതെ അതിനെ റിന്യൂ ചെയ്ത് റിവൈവ് ചെയ്ത് നിലനിർത്തുന്ന ഒരു ശക്തി, ഒരു കരുതലിൻ്റെ കേന്ദ്രമുണ്ടാകണം. ആ കേന്ദ്രത്തെയാണ് നാം ദൈവമെന്ന് അറിയുന്നത്. ആ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പക്ഷേ ആ ദൈവം ചെയ്യുന്ന അത്ഭുതമെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും സംരക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ആ അത്ഭുതത്തിൽ, ആ മിറക്കിളിൽ താല്പര്യമില്ല. നമുക്ക് വേണ്ടത് നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഈ പ്രപഞ്ച നിർമ്മാതാവായ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ദൈവത്തിൻ്റെ ശ്രദ്ധ നമ്മളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കണം. നമുക്ക് താല്പര്യമില്ലാത്തവരോട് ദൈവം താല്പര്യം പുലർത്തരുത്. നമ്മുടെ ശത്രുക്കളെ ദൈവം വെറുക്കണം, ശപിക്കണം, ഒക്കുമെങ്കിൽ സംഹരിക്കണം. അങ്ങനെ ശത്രു സംഹാരി പൂജ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. അപ്പം നമ്മുടെ പരിമിതികൾ നാം ദൈവത്തിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ രണ്ട് സാധ്യമാകുകയുള്ളൂ. ഒന്ന്, നാം ദൈവത്തെ നമ്മുടെ രൂപത്തിലെന്ന് മാത്രമല്ല, നമ്മുടെ രൂപത്തിൽ പതിയിരിക്കുന്ന വൈകൃതത്തിൽ ഒതുക്കി നിർത്തുന്നു. We limit God to the deformation lurking within us. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിഭാസമില്ല എന്ന നിഗമനത്തിൽ നാം എത്തിച്ചേരുന്നു. കാരണം നമ്മുടെ പരിമിതി അനുസരിച്ച് ഇന്നതിൻ്റെ കാര്യങ്ങൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതിനപ്പുറത്ത് നിൽക്കുന്നതൊന്നും യാഥാർത്ഥ്യമല്ല. ഇപ്പോൾ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ മുൻപിൽ ഒരു പാറ്റേൺ കാണിച്ചിട്ട്
അവിടെ പാറ്റേൺ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കത്തില്ല. കാരണം ആ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു പാറ്റേൺ, കളർ കൊണ്ടുണ്ടാക്കിയ പാറ്റേൺ കാണാൻ സാധ്യമല്ല. നിങ്ങൾ എത്ര പറഞ്ഞാലും അദ്ദേഹം അത് സ്വീകരിക്കുകയില്ല, വിശ്വസിക്കുകയില്ല. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ വയ്യാത്ത കാര്യം അദ്ദേഹത്തിൻ്റെ പരിമിതിയിൽ കവിഞ്ഞു നിൽക്കുന്ന കാര്യമില്ല എന്ന് ശഠിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മനുഷ്യാവസ്ഥയെയും ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും വിശ്വാസത്തിൻ്റെ കണ്ണിൽ കൂടെ തന്നെ കാണുവാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് എന്നീ സമയത്ത് ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. അതേസമയം തന്നെ വിശ്വാസത്തിൻ്റെ പേരിൽ ഈ ഭൂമിയുടെ പരപ്പിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്ന ചവിട്ട് നാടകങ്ങൾ, വൈകൃതങ്ങൾ, തമാശകൾ, ഇവയെപ്പറ്റി എനിക്ക് കാര്യമായ അമർഷവും പുച്ഛവുമുണ്ട് എന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ മനുഷ്യബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനത്തിൽ വിശ്വസിക്കണമെന്ന് നാം നിരന്തരം ഉത്ബോധിപ്പിക്കപ്പെടുന്നു. പക്ഷേ മനുഷ്യബുദ്ധിയെ കവിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ദാനങ്ങളിൽ വിശ്വസിക്കാൻ അതിന് വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിൽ വിശ്വസിക്കുക പ്രയാസമാണ് എന്നത് അല്പം വിചിത്രമായ ഒരു കാര്യമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അപ്പോൾ ദൈവത്തെ അറിയുക എന്നത് മനുഷ്യൻ്റെ ഒരു അസ്തിത്വ സംബന്ധമായ ആവശ്യമാണ്, an existential need. വിശ്വാസം ഒരു കടങ്കഥയല്ല, അത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി നമുക്ക് പ്രയോജനപ്പെടേണ്ട, നമ്മെ താങ്ങി നിർത്തുന്ന, നമുക്ക് അപ്രാപ്യമായ പല സാധ്യതകളിലേക്കും മേഖലകളിലേക്കും പ്രവേശിക്കുവാനുള്ള, കടന്നു ചെല്ലുവാനുള്ള താക്കോലായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടെന്ന അനുഭവത്തിൽ കൂടെ നാം പലരും അറിഞ്ഞിട്ടുള്ളവരാണ്. എന്നാൽ ആ വിശ്വാസത്തിൻ്റെ കേന്ദ്രം ദൈവമാകയാൽ ആ ദൈവത്തെ കഴിയുമെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിയുടെ പരിമിതിയിൽ ഒതുക്കി അങ്ങനെ മനസ്സിലാക്കി ഏതാണ്ട് സ്വൈരതയുള്ള ഒരു ഭക്തി ജീവിതം നയിക്കുവാൻ സാധ്യമാണെങ്കിൽ അതിൽ താല്പര്യമുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ പരിമിതിക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തെ കൊണ്ട് മാത്രമേ മനുഷ്യന് പ്രയോജനമുള്ളൂ എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മനുഷ്യൻ്റെ പരിമിതിക്ക് ഉള്ളിൽ മാത്രം നിൽക്കുന്ന ദൈവത്തെ കൊണ്ട്, അത് ബിംബങ്ങളാണ്, മനുഷ്യന് യാതൊരു പ്രയോജനവുമില്ല. മനുഷ്യൻ്റെ ബുദ്ധിയെ കവിയുന്ന ഒരു ശക്തിക്ക് മാത്രമേ മനുഷ്യനെ സഹായിപ്പാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് ആത്മീയമായ കാര്യങ്ങളിൽ, ഇപ്പോൾ ഭൗതികമായ കാര്യങ്ങളിൽ ഈ തത്വം പ്രസക്തമല്ല. എന്നാൽ ആത്മീയവും അപ്രമേയവുമായ കാര്യങ്ങളിൽ മനുഷ്യബുദ്ധിയെ കവിയുന്ന ഒരു ശക്തിക്ക് മാത്രമേ മനുഷ്യ അവസ്ഥയോട് ബന്ധം പുലർത്തി അതിലെന്തെങ്കിലും നന്മ വരുത്തുവാൻ, ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുതൽ നൽകുവാൻ, അതിനേക്കാൾ മെച്ചമായ അവസ്ഥയിലേക്ക് വഴി നടത്തുവാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് വിശ്വാസം മനുഷ്യന് അനിവാര്യമായ ഒരു സിദ്ധിയാകണം എന്ന് പണ്ട് തൊട്ടേ ചിന്തിക്കുന്ന ആളുകൾ, ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ നന്നേ ശ്രമിച്ചിട്ടുള്ള ആളുകൾ ഏവരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായുമുണ്ട്. ആ ദൈവത്തിന് ഒരു ആൾ രൂപമുണ്ടോ? അതിൻ്റെ ഉത്തരം ഇനി നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യം. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അവിടെ യേശു പറയാത്തൊരു കാര്യം, പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പറയാതിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ യേശു പറയാതിരുന്ന കാര്യം, നമ്മളിൽ വസിക്കുകയും നമ്മൾ വസിക്കുകയും ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രതിഭാസം നമ്മളിൽ വസിക്കുകയും നമുക്ക് അതിൽ വസിക്കുകയും ചെയ്യണമെങ്കിൽ ഭൗതികമായ അവസ്ഥയിലിരിക്കുന്ന ഒന്നിനെ സംബന്ധിച്ചും സാധ്യമല്ല. ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കല്ല്, അത്ര വലിപ്പമുള്ളതല്ല, ഒരു ചെറിയ കല്ല് വിഴുങ്ങാം. അപ്പം നമ്മുടെ ഉള്ളിലായി. നമ്മുടെ ഉള്ളിലായിരിക്കുന്ന കല്ലിനകത്ത് നമുക്ക് കയറിയിരിക്കാൻ സാധ്യമല്ല.
അല്ല, നമ്മുടെ ഉള്ളിൽ നമുക്കൊരിടത്തും ഹൃദയമുണ്ട്, കരളുണ്ട്, ശ്വാസകോശങ്ങളുണ്ട്, ലങ്സ്. അത് നമ്മുടെ ഉള്ളിൽ, നമുക്ക് അതിനകത്ത് കയറിയിരിക്കാൻ സാധ്യമല്ല. എന്നാൽ ഭൗതികമായ രൂപമില്ലാത്ത എന്തിനും നമ്മുടെ ഉള്ളിൽ വസിപ്പാനും നമുക്ക് അതിൻ്റെ ഉള്ളിൽ വസിക്കാനും സാധിക്കും. ഉദാഹരണമായിട്ട് നമ്മൾ ശ്വസിക്കുന്നു, ശ്വാസം നമ്മുടെ ഉള്ളിലാണ്. പക്ഷേ ആ ശ്വാസം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ തന്നെ നാം അതിലും വസിക്കുകയാണ്. ഈ നമ്മുടെ പരിസരത്ത് ഈ വായുവിൽ, അന്തരീക്ഷത്തിൽ പ്രാണവായു ഇല്ല എങ്കിൽ നമ്മുടെ ഉള്ളിലും അതുണ്ടാകുകയില്ല. അപ്പോൾ നാം പ്രാണവായുവിൽ വസിക്കുന്നു, പ്രാണവായു നമ്മളിൽ വസിക്കുന്നു. വെള്ളവും അതുപോലെയാണ്. നമ്മുടെ ഉള്ളിൽ വെള്ളം വസിക്കുന്നു, നമ്മുടെ അന്തരീക്ഷത്തിൽ മുഴുവനും ജലകണികയുണ്ട്. എന്നാൽ വായുവിനോ വെള്ളത്തിനോ നിശ്ചിതമായ, കൽപ്പിതമായ ഒരു രൂപം ഉണ്ടായിരുന്നുവെങ്കിൽ, അത് രണ്ടും സോളിഡ്സ് ആയിരുന്നുവെങ്കിൽ, ഖരപദാർത്ഥങ്ങളായിരുന്നുവെങ്കിൽ ജീവൻ അസാധ്യമായി തീരും. ശ്വസിക്കാൻ കഴിയാതെ നാം മരിച്ചു പോകും, ദാഹം കൊണ്ട് നാം പട്ടുപോകും. അപ്പം ഇതൊരു തികച്ചും വ്യക്തമായ ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവൻ്റെ ഉറവിടമാണ് ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യന് ദൈവത്തിൽ വസിക്കുവാൻ താല്പര്യമുണ്ട്, ആവശ്യമുണ്ട്. എന്നാൽ ദൈവവുമായുള്ള ബന്ധം, ദൈവം സ്നേഹമാകിയാൽ അത് പാരസ്പര്യതയുടെ ബന്ധമാകണം. നാം ദൈവത്തിൽ വസിക്കുമ്പോൾ അതേ സമയത്ത് ദൈവം നമ്മളിൽ വസിച്ചെങ്കിൽ മാത്രമേ സ്നേഹത്തിൻ്റെ പാരസ്പര്യതയുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഞാൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവത്തിന് എന്നിൽ വസിക്കാൻ അവകാശമില്ല, അല്ലെങ്കിൽ ദൈവം എന്നിൽ വസിക്കുന്നു, ദൈവത്തിൽ വസിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് വരുമ്പോൾ അത് സ്നേഹത്തിൻ്റെ പാരസ്പര്യതയുടെ ബന്ധമല്ല, അത് ഏകപക്ഷീയതയുടെ ബന്ധമാണ്, യൂണിലാറ്ററൽ റിലേഷൻഷിപ്പാണ്. ഈ ഏകപക്ഷീയതയുടെ ബന്ധം ചൂഷണത്തിനും ബലപ്രയോഗത്തിനും മാത്രമേ അവസരം നൽകുകയുള്ളൂ. നാം ഏകപക്ഷീയമായിട്ടാണ് ദൈവവുമായി ബന്ധം പുലർത്തുന്നത് എന്ന യാഥാർത്ഥ്യം ഈ തരുണത്തിൽ തിരിച്ചറിയേണ്ടതാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു ബന്ധമല്ല വിഭാവന ചെയ്തിട്ടുള്ളത്. യേശു അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അങ്ങനെ സാധിക്കണമെങ്കിൽ ഭൗതികമായ ഒരു രൂപം ഉള്ള ഒരു പ്രതിഭാസത്തിന് അതിനെ സംബന്ധിച്ചത് സാധ്യമല്ല. അതുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, നിങ്ങളിൽ വസിക്കാം എന്ന് പറയുന്നത് ആ സമയത്തിൻ്റെ സാധ്യതയെ ചിത്രീകരിച്ചിട്ടല്ല, അല്ലെങ്കിൽ കണക്കാക്കിയിട്ടല്ല. പിന്നെയോ തൻ്റെ മരണത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ യുഗം ആരംഭിക്കുന്നു. അത് പരിശുദ്ധാത്മാവിന് പ്രത്യേകമായ കൽപ്പിതമായ സെറ്റിൽഡായിട്ടുള്ള ഒരു ഷേപ്പില്ല, ഒരു രൂപമില്ല എന്ന് യേശു പറയുന്നു. പരിശുദ്ധാത്മാവ് കാറ്റ് പോലെയാണ്, അതിന് ഇഷ്ടമുള്ളിടത്ത് അത് ഊതുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളിലും നിങ്ങൾ പരിശുദ്ധാത്മാവിലും ആയിത്തീരും. ഇത് യേശുവിൻ്റെ ആത്മാവാണ്. ആ ആത്മാവിൽ വസിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം എന്നാണ് യേശു ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ യേശു ഭൗതികമായ ശരീരത്തിലായിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവനിലും അവൻ ശിഷ്യന്മാരിലും ആയിത്തീരുന്ന ഒരവസ്ഥ ഭൗതികമായി സാധ്യമല്ല. എന്നാൽ യേശുവിൻ്റെ പഠിപ്പീരുകൾ, യേശുവിൻ്റെ മാർഗദർശനങ്ങൾ, മാതൃക വിശ്വാസത്താൽ തൻ്റെ ശിഷ്യന്മാരുടെ ഉള്ളിൽ വസിക്കുന്നു. അതുപോലെ തന്നെ അതേ നിമിഷം സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ ഓരോ ശിഷ്യനെയും യേശു തൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കരുതുന്നു, അവരെ പരിശീലിപ്പിക്കുന്നു, അവരുടെ ചരിത്രപ്രധാനമായ ദൗത്യത്തിന് വേണ്ടി അവരെ തയ്യാറെടുപ്പിക്കുന്നു. ആ തലത്തിൽ, ആ പരിമിതപ്പെട്ട ആശയത്തിൽ അതവിടെ ശരിയാണ്. എന്നാൽ സാർവലൗകികമായ അർത്ഥത്തിൽ വരുമ്പോൾ
പരിമിതമായ അർത്ഥത്തിൽ പറഞ്ഞത് ശരിയാണ്. പക്ഷേ സാർവലൗകികമായ അർത്ഥത്തിൽ വരുമ്പോൾ യേശു പിന്നെ അവിടെ ഒരു വ്യക്തിയല്ല, പിന്നെയോ അത് ആത്മാവാണ്. യേശു എന്ന ആത്മാവാണ്. അതാണ് പരിശുദ്ധാത്മാവ്. ആ ആത്മാവ് നമ്മളിൽ വസിപ്പാനും നമുക്ക് ആത്മാവിൽ വസിപ്പാനും സാധ്യമാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതം, ആത്മീയ ജീവിതം ഫലം പുറപ്പെടുവിക്കും, അധിക ഫലം പുറപ്പെടുവിക്കുമെന്നാണ് യേശു പറഞ്ഞത്. അതിൽ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എന്നാൽ ഈ വിശ്വാസത്തിൽ 100% എപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഞാൻ ഇന്നും വേണ്ടതുപോലെ വിജയിച്ചിട്ടില്ല. ഞാൻ വേണ്ടതുപോലെ വളർന്നിട്ടില്ല. മുൻപോട്ട് വളരുവാനും പൂർണ്ണത പ്രാപിപ്പാനും എനിക്ക് വലിയ വാഞ്ഛയുണ്ട് എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് സങ്കീർണമെന്ന് തോന്നിക്കാവുന്ന ഒരു വിഷയത്തിലും നമുക്ക് അല്പമായ അറിവ് പ്രാപിപ്പാൻ ഇടയുണ്ട്. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് നമുക്ക് പരിപൂർണമായ അറിവുണ്ടായിട്ടല്ല. ഇത് ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത് അതിൽ തന്നെ ഒരു കടമയായതുകൊണ്ട് ആ കടമ നാം നിർവഹിക്കുമ്പോൾ ദൈവം വിശ്വസ്തനാകയാൽ അതിൻ്റേതായ അനുഗ്രഹം കാലാകാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നാം അറിയാതെ തന്നെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.